നമസ്കാരം. ബിലാത്തി വാർത്തകളിലെ ഗുഡ് മോർണിംഗ് യു കെ എന്ന ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഹരികുമാർ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. യു കെയിലെ കുടിയേറ്റ നിരക്കിൽ വൻ ഇടിവ്. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്ക്. യൂറോപ്പ് ലീഗ് കിരീടം ചൂടിയ ആസ്റ്റൺ വില്ലയ്ക്ക് ജന്മനാട്ടിൽ വിലോചിതമായ വരവേൽപ്പ്. ടോയ്ലറ്റുകളും ഡ്രസ്സിംഗ് റൂമുകളും ഇനി ജീവശാസ്ത്രപരമായ ലിംഗവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉപയോഗിക്കണമെന്ന് പുതിയ മാർഗനിർദ്ദേശം. യു കെ മലയാളികൾക്ക് സംഗീത വിരുന്നൊരുക്കാൻ റിമി ടോമിയും സംഘവും എത്തുന്നു. മെഗാ ഷോയ്ക്ക് ലെസ്റ്ററിൽ ഇന്ന് തുടക്കം. ബ്രിട്ടീഷ് ടെലികോം ഗ്രൂപ്പിലെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യയുടെ ഭാരതി എന്റർപ്രൈസസ്. സിൽവർ ലൈനിന് പകരമായി അതിവേഗ റെയിലുമായി കേരളത്തിൽ വി ഡി സതീശൻ സർക്കാർ. പരമാവധി 160 കിലോമീറ്റർ വേഗത്തിൽ യാത്രാ സൗകര്യം ഒരുക്കും. ഈ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് മോർഗേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. യു കെയിലെ നിങ്ങളുടെ ഇൻഷുറൻസ് മോർഗേജ് സേവനങ്ങൾ സംബന്ധിച്ച് സൗജന്യ ഉപദേശത്തിനായി ദയവായി അവരെ ബന്ധപ്പെടുക. വാർത്തകൾ വിശദമായി. കുടിയേറ്റ നിരക്കിൽ വൻഇടിവ് രേഖപ്പെടുത്തി യു കെയിലെ കുടിയേറ്റ നിരക്കിൽ വൻഇടിവ് രേഖപ്പെടുത്തിയതായി ഹോം ഓഫീസിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2026 മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ യു കെയിലെ ജനസംഖ്യയിൽ 1,71,000 പേരുടെ വർധനവ് മാത്രമാണ് ഉണ്ടായത്. 2024 രേഖപ്പെടുത്തിയ കണക്കിന്റെ പകുതിയോളം മാത്രമാണിത്. കോവിഡ് കാലം മാറ്റി നിർത്തിയാൽ 2012 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പ്രധാനമന്ത്രി സർ കിയർ സ്റ്റാർമർ വ്യക്തമാക്കി. ലോ സ്കിൽഡ് വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുമെന്നും നൈപുണ്യത്തിൽ അധിഷ്ഠിതമായ കുടിയേറ്റ നയം നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടിയേറ്റക്കാരുടെ ആശ്രിതർക്ക് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളും ശമ്പള പരിധി വർദ്ധിപ്പിച്ചതുമാണ് ഈ ഇടിവിന് പ്രധാന കാരണം. അതേസമയം രാജ്യത്ത് അഭയം തേടി എത്തുന്നവരുടെ എണ്ണത്തിലും 12% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ കഴിയുന്ന അഭയാർത്ഥികളുടെ എണ്ണവും പകുതിയായി കുറഞ്ഞു. രാജ്യത്തിന്റെ അതിർത്തികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പുതിയ കണക്കുകൾ സഹായകമാകുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് അഭിപ്രായപ്പെട്ടു. കിരീടം ചൂടിയ ആസ്റ്റൺ വില്ലയ്ക്ക് വീരോചിത വരവേൽപ്പ്. യൂറോപ്പ് ലീഗ് കപ്പ് കിരീടം സ്വന്തമാക്കിയ ആസ്റ്റൺ വില്ല ഫുട്ബോൾ ടീമിന് ബർമിംഗ്ഹാമിൽ ആവേശകരമായ സ്വീകരണം. ഇസ്താംബുളിൽ നടന്ന ഫൈനലിൽ ഫ്രൈബർഗിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ആസ്റ്റൺ വില്ല കിരീടം ചൂടിയത്. 30 വർഷങ്ങൾക്ക് ശേഷം ക്ലബ്ബ് നേടുന്ന ആദ്യ പ്രധാന ട്രോഫിയാണിത്. തങ്ങളുടെ പ്രിയ താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ബസ് പരേഡ് കാണാൻ 20,000-ലധികം ആരാധകരാണ് സെന്റനറി സ്ക്വയറിലേക്ക് ഒഴുകിയെത്തിയത്. വില്ലയുടെ പ്രശസ്തമായ ക്ലാരറ്റ് ബ്ലൂ നിറങ്ങളിലുള്ള പുക ഉയർത്തിയും പതാകകൾ വീശിയുമാണ് ജനസാഗരം തങ്ങളുടെ പ്രിയ താരങ്ങളെ സ്വീകരിച്ചത്. മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ നഗരവീഥികളിൽ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. കളിക്കാർ ട്രോഫി ഉയർത്തിയപ്പോൾ ആവേശകരമായ ആരവങ്ങളാണ് ഉയർന്നത്. ആരാധകരുമായി ഈ വലിയ വിജയം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ടീം മാനേജർ ഉനായ എംറി സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. സിംഗിൾ സെക്സ് ഇടങ്ങൾക്ക് പുതിയ മാർഗനിർദ്ദേശം. പൊതു ഇടങ്ങളിലെ ടോയ്ലറ്റുകളും ഡ്രസ്സിംഗ് റൂമുകളും ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കേണ്ടത് ജീവശാസ്ത്രപരമായ ലിംഗവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വ്യക്തമാക്കി ഈക്വാലിറ്റീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് മന്ത്രിമാർ അംഗീകാരം നൽകി. ഇതനുസരിച്ച് സ്ത്രീ എന്ന് സ്വയം തിരിച്ചറിയുന്ന ട്രാൻസ് വനിതകൾ സ്ത്രീകളുടെ ടോയ്ലറ്റുകളോ ചേഞ്ചിങ് റൂമുകളോ ഉപയോഗിക്കാൻ പാടില്ല. പകരം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ലിംഗഭേദം ഇല്ലാത്ത മൂന്നാമതൊരിടം സ്ഥാപനങ്ങളും സേവനദാതാക്കളും നൽകണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സുരക്ഷിതമായി ജീവിക്കാൻ എല്ലാവർക്കും അവസരം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പറഞ്ഞു. ഈ മാർഗനിർദ്ദേശം നടപ്പിലാക്കാൻ അധിക ബാധ്യതകൾ ഉണ്ടാകില്ലെന്നും സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്നും വാച്ച് ഡോഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ രേഖയ്ക്ക് മേൽ 40 ദിവസത്തിനുള്ളിൽ ആക്ഷേപങ്ങൾ ഉയർന്നില്ലെങ്കിൽ ഇത് നിയമമായി മാറും. യു കെ മലയാളികൾക്ക് സംഗീത വിരുന്നൊരുക്കാൻ റിമി ടോമി. യു കെയിലെ പ്രവാസി മലയാളികൾക്ക് ഉത്സവ പ്രതീതി പകരാൻ പ്രിയ ഗായികയും സ്റ്റേജ് ഷോകളിലെ വിസ്മയവുമായ റിമി ടോമിയും സംഘവും എത്തുന്നു. അപ്പൊ നമ്മൾ ആ കാത്തുകാത്തിരുന്ന സുദിനം ഇനി അങ്ങോട്ട് നമുക്കൊരു 20 ദിവസം യു കെയിൽ അങ്ങ് അടിച്ചു പൊളിക്കാം. അതിന് നമ്മൾ മാത്രം വിചാരിച്ച പോരാ, ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടും അവിടെ ഇരുന്നാ പോരാ, നേരെ കുറച്ച് നടന്നൊന്ന് കഷ്ടപ്പെട്ട് ഓഡിറ്റോറിയത്തിലോട്ട് വന്നാൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഹാപ്പി ആക്കി വിടുന്ന കാര്യം ഞങ്ങളേറ്റു. അപ്പൊ റിമി ടോമി ലൈവ് ആയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. റെഡ് വൈൻ എന്റർടൈൻമെന്റ്സും റിതം ക്രിയേഷൻസും ചേർന്നാണ് ഈ ഷോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഏകദേശം നമ്മൾ 22 ലെസ്റ്ററിൽ നമ്മൾ തുടങ്ങി ജൂൺ 9 വരെ നമ്മളിവിടെ ഉണ്ട്. നമുക്ക് ടോട്ടൽ 10 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും, കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ തകർക്കും നമുക്ക് പറയാനേ പറ്റുള്ളൂ. ദൈവം അനുഗ്രഹിച്ചാലേ ഇതൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും ഹെൽത്തും തൊണ്ടയ്ക്ക് എല്ലാം ഓക്കെ ആയി. ഇതുവരെ ഓക്കെയാണ്. ഇനി അങ്ങോട്ട് ഓക്കെ ആവാൻ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ
എന്റർടൈൻമെന്റ്സും സംയുക്തമായി അവതരിപ്പിക്കുന്ന റിമിറ്റോമി ലൈവ് UK മെഗാ ഷോയ്ക്ക് മെയ് 22 വെള്ളിയാഴ്ചയായ ഇന്ന് ലെസ്റ്ററിൽ തുടക്കമാകും. സംഗീതം, നൃത്തം, കോമഡി എന്നിവ കോർത്തിണക്കി UKയിലെ 10 പ്രമുഖ വേദികളിലാണ് ഈ അത്ഭുത കലാവിരുന്ന് അരങ്ങേറുന്നത്. റിമി ടോമിയോടൊപ്പം ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്തെ മികച്ച പ്രതിഭകളായ കൗശിക് വിനോദും ശ്യാം പ്രസാദും വേദിയിൽ വിസ്മയം തീർക്കാൻ അണിനിരക്കും. ഇവർക്കൊപ്പം UKയിലെ പ്രശസ്തരായ മറ്റ് നർത്തകരും മ്യൂസിക് ബാൻഡും താരങ്ങളും ഉൾപ്പെടുന്ന ഒരു നോൺ സ്റ്റോപ്പ് ഫാമിലി എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് ഈ ഷോ ഉറപ്പ് നൽകുന്നത്. നാട്ടിലെ ഒരു പൂരത്തിന്റെ ആവേശം UKയിലെ പ്രവാസികൾക്ക് സമ്മാനിക്കുന്ന ഈ ഷോയുടെ ടിക്കറ്റുകൾ അതിവേഗമാണ് വിറ്റുതീരുന്നത്. ഇപ്പോൾ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യൂ. BT ഗ്രൂപ്പിലെ ഓഹരി വർദ്ധിപ്പിക്കാൻ ഭാരതി എന്റർപ്രൈസസ്. ബ്രിട്ടീഷ് ടെലികോം ഗ്രൂപ്പിലുള്ള തങ്ങളുടെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമനായ ഭാരതി എന്റർപ്രൈസസ് UK സർക്കാരിന്റെ അനുമതി തേടുന്നു. സുനിൽ ഭാരതി മിത്തലിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിക്ക് നിലവിൽ BTയിൽ 24.95% ഓഹരികളാണുള്ളത്. ഇത് 29.9% ഉയർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. കമ്പനിയെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ പദ്ധതി ഇല്ലെന്നും സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപം മാത്രമാണിതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു വിദേശ കമ്പനി ബ്രിട്ടീഷ് കമ്പനിയുടെ 25%-ലധികം ഓഹരികൾ വാങ്ങാൻ ശ്രമിച്ചാൽ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആക്ട് പ്രകാരം UK സർക്കാരിന്റെ കർശന പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഈ നിയമം. എന്നാൽ ഈ വിഷയത്തിൽ UK സർക്കാരോ BT ഗ്രൂപ്പോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ പുതിയ അതിവേഗ റെയിൽ, വേഗം 160 കിലോമീറ്റർ. സിൽവർ ലൈനിന് പകരമായി സംസ്ഥാനത്ത് പുതിയ അതിവേഗ റെയിൽ ഇടനാഴിയുമായി കേരളത്തിലെ VD സതീശൻ സർക്കാർ. ബ്രോഡ് ഗേജിൽ പരമാവധി 160 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുന്ന വിധത്തിലാകും പുതിയ പാതയുടെ നിർമ്മാണം. ഇതിനായി മെട്രോമാൻ E ശ്രീധരന്റെ സഹായം സർക്കാർ തേടുമെന്നാണ് സൂചന. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കൽ കുറച്ചും ഭൂരിഭാഗം സ്ഥലത്തും തൂണുകളിലുമാകും പുതിയ പാത കടന്നു പോവുക. നിലവിലെ റെയിൽവേ പാതയുമായി ഓരോ 50 കിലോമീറ്ററിലും ഇതിന് കണക്ഷൻ ഉണ്ടാകും. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾക്കും ചരക്ക് തീവണ്ടികൾക്കും ഒരുപോലെ സഞ്ചരിക്കാനാകുന്ന ബ്രോഡ് ഗേജ് സംവിധാനമാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ വെറും 4.5 മണിക്കൂർ മതിയാകും. വിഴിഞ്ഞം തുറമുഖത്തിനും ഈ പദ്ധതി വലിയ നേട്ടമാകും. ഈ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് മോർട്ട്ഗേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. UKയിലെ നിങ്ങളുടെ ഇൻഷുറൻസ് മോർട്ട്ഗേജ് സേവനങ്ങൾ സംബന്ധിച്ച് സൗജന്യ ഉപദേശത്തിനായി ദയവായി അവരെ ബന്ധപ്പെടുക. ബിലാത്തി വാർത്തകൾ ഗുഡ് മോർണിംഗ് UK വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.